ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. 4 ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് കേരളത്തിന്റെ വാദം. കേസ് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിൽ. വഴി ക്ലിയർ ആണെങ്കിലും അൻവറിന്റെ UDF പ്രവേശനത്തിൽ വ്യക്തതക്കുറവ്. ഉപാധികൾ ഉണ്ടാകുമെന്ന് സൂചന. മുന്നണിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുന്നതും ആലോചനയിൽ. അൻവർ നാളെ കോൺഗ്രസ് നേതാക്കളെ കാണും. IB ഓഫീസർ മേഘയെ മരണത്തിലേക്ക് തള്ളിവിട്ട സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പോലീസ് റിപ്പോർട്ട് നൽകും. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട IB. മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ വേഗത്തിലാക്കും. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കും. വള്ളങ്ങൾക്ക് കടലിലേക്ക് വഴിയൊരുക്കാൻ തീവ്രശ്രമം. കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ മറ്റന്നാൾ എത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദിയിലേക്ക്. സന്ദർശനം കിരീടാവകാശി സൽമാൻ രാജകുമാറിന്റെ ക്ഷണം സ്വീകരിച്ച്. സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യം. ഊർജ്ജ, പ്രതിരോധ, വ്യാപാര മേഖലകളിൽ കരാറുകളിൽ ഒപ്പിടും. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. ഇന്ന് ജയ്പൂർ കൊട്ടാരം സന്ദർശിക്കും. നാളെ താജ്മഹലിലേക്ക്. വാൻസിനും കുടുംബത്തിനും അത്താഴ വിരുന്ന് നൽകി പ്രധാനമന്ത്രി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പുരോഗതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം.